ഹായ് ഫ്രണ്ട്സ്, ഉത്തരാഖണ്ഡ് നിയമസഭ യൂണിഫോം സിവിൽ കോഡ് പാസാക്കി. അങ്ങനെ ആ നിയമം പാസാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. കേന്ദ്രം പാസാക്കുന്നതിന് മുമ്പ് തന്നെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പാസാക്കിയെടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി. യൂണിഫോം സിവിൽ കോഡ് തത്വത്തിൽ എല്ലാവരും അംഗീകരിക്കുന്നു. ഒരു രാജ്യത്ത് ഒരു നിയമം എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ദ ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിൽസ്. വിശദമായി പഠിച്ചാലേ അതിൻ്റെ കുഴപ്പങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അത് സാധാരണക്കാരന് പറ്റുമെന്ന് തോന്നുന്നില്ല. പത്രമാധ്യമങ്ങളിൽ വരുന്നത് വായിക്കുക എന്നുള്ളതല്ലാതെ കോടതി നിയമങ്ങളൊക്കെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് സാധിക്കുന്ന കാര്യമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് കോടതിയിലോ പോലീസിലോ ചെല്ലണം. അപ്പോൾ അറിയാം ഇതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ നിയമങ്ങൾ ആകെപ്പാടെ മാറിക്കൊണ്ടിരിക്കുക. ഉദാഹരണത്തിന് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്ന് പറയുന്നത് സ്വതന്ത്ര ഭാരതത്തിൽ ഇക്കാലം അത്രയും ഇന്ത്യൻ പീനൽ കോഡ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെ സാധനം ഇല്ല. അതൊക്കെ മാറ്റി ഇപ്പോ ഭാരതീയ ന്യായ സംഹിത. ഇന്ത്യൻ പീനൽ കോഡ് മാറി എന്ത് വന്നു? ഭാരതീയ ന്യായ സംഹിത. പേര് മാറുക മാത്രമല്ല ചെയ്തത്, നിയമങ്ങൾ അപ്പാടെ മാറി. നിയമങ്ങളെല്ലാം കാർക്കശ്യമാക്കി. മുൻപൊക്കെ ഒരാളെ അറസ്റ്റ് ചെയ്താൽ എല്ലാ 15 ദിവസം കൂടുമ്പോഴും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണം. മജിസ്ട്രേറ്റ് സർട്ടിഫൈ ചെയ്യാൻ കുഴപ്പമൊന്നും ഇല്ലെന്ന്. ഇപ്പൊ അതൊന്നും ഇല്ല. അങ്ങ് 90 ദിവസം വരെ നീളാം. എന്ന് പറഞ്ഞാൽ 3-ാം മുറയോ 4-ാം മുറയോ ഒക്കെ പ്രയോഗിക്കാൻ ഒരു പ്രശ്നവുമില്ല. പ്രമാദമായ കേസുകളിലോ രാഷ്ട്രീയ കേസുകളിലോ പ്രശ്നം ഉണ്ടാവാറില്ല. കാരണം പത്രമാധ്യമങ്ങളൊക്കെ പിന്നാലെ ഉണ്ടാവും. ഒരു സാധാരണക്കാരന്റെ കാര്യമോ അവനൊക്കെ തട്ടിപ്പോയാൽ പോലും അറിയാനൊക്കത്തില്ല. അത്ര കർക്കശമാണ് നിയമങ്ങൾ. നമ്മളിതൊന്നും അറിയുന്നത് പോലുമില്ല. അതിലെല്ലാം ഉപരി ഇന്ത്യയിലെ കോടതികൾ കോർട്ട് ഓഫ് റെക്കോർഡ്സ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മുൻപ് സമാനമായൊരു കേസിൽ എന്ത് നിയമ നടപടി സ്വീകരിച്ചു എന്നുള്ളത് ഉദാഹരണമായി അല്ലെങ്കിൽ മാതൃകയെ സ്വീകരിക്കാം. അതെല്ലാ കോടതികൾക്കും ബാധകമാണ്. പക്ഷേ ഇപ്പോൾ കുഴപ്പമെന്ന് പറയുന്നത് ഇന്ത്യൻ പീനൽ കോഡ് നിലവിലില്ല. അതിന് പകരം വന്ന ആ ന്യായ സംഹിതയിൽ കാര്യങ്ങൾ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഏതൊരു ന്യായാധിപനും ഏതൊരു നിയമപാലകനും അതിനെ വളച്ചൊടുക്കുകയോ ഇഷ്ടംപോലെ വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്യാം. അതാണ് ഇതിന്റെ പ്രധാനമായ പ്രശ്നം. സമൂലമായൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെവിടം വരെ ചെന്നെത്തുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.